കഴിഞ്ഞ ദിവസം ഇടുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, വണ്ടി സർവീസിന് കൊടുത്തിട്ട് ഞങ്ങളത് പുറത്തു പോകാമെന്ന് കരുതുന്നു. ഈവനിങ് പോയതുകൊണ്ട് ഞങ്ങൾ ട്രാഫിക്കിൽ ചെറുതായിട്ടൊന്ന് പെട്ടുപോയിട്ടുണ്ടായിരുന്നേ. ആ ട്രാഫിക് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യൂൻസ് വാക്ക് വേയിലോട്ടാണ് പോയത്. ഇതിന്റെ സൈഡിലായിട്ട് ഒരു കായലുണ്ട്. പക്ഷെ രാവിലെയുള്ള വ്യൂസ് നല്ല രസമായിരിക്കും കേട്ടോ. രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ഇവിടെ ഒരു ഓപ്പൺ ജിം ഉണ്ടായിരുന്നേ. അപ്പോൾ അതിലെന്തോ ഇക്വിപ്മെന്റ്സിൽ മോനിരുന്ന് ഇങ്ങനെ കുറെ നേരം കറങ്ങിക്കൊണ്ടിരുന്നേ. അവിടെയുള്ള എല്ലാ ആളുകളും ഇവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. ഇവിടെ എറണാകുളത്ത് മിക്ക സ്ഥലങ്ങളിലും ഇതേപോലത്തെ ഓപ്പൺ ജിമ്മുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതേപോലുള്ള ഓപ്പൺ ജിമ്മുകളൊക്കെ ഉണ്ടെന്നെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ. ഇതിന്റെ പുറകിലായിട്ട് ഐ ലവ് കൊച്ചി എന്ന് പറഞ്ഞൊരു ലൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നേ. മോൻ അതിൽ ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷെ അവന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഫേസ് മാത്രം കാണാൻ പറ്റുന്നില്ലായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ സെൻട്രൽ സ്ക്വയർ മാളിലോട്ട് പോയായിരുന്നേ. ഞങ്ങൾ എപ്പോഴും ലുലു മാളിലോട്ടാണ് പോകുന്നത്. ഈ മാളിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ. അവിടെ ഇതേപോലത്തെ ഒരു സെൽഫി സ്പോട്ട് ഉണ്ടായിരുന്നേ. മോൻ അവിടെ ചെന്നിരുന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞേ. പക്ഷെ അതിന്റെ ഡ്രസ്സും തൊപ്പിയും എല്ലാം ഒരേ കളറും അതിന്റെ കളറും ഒന്നായിരുന്നേ. ലുലു മാള് പോലെ വലിയ മാളല്ല, ചെറിയ മാളാണ്. കുറച്ച് കടകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളേ. മാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോൻ ഞങ്ങളുടെ കൈവിട്ട ഒരു ഒറ്റ ഓട്ടമാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ അവന്റെ പുറകെ നടക്കണം അവനെ പിടിക്കാനായിട്ട്. എല്ലാ പ്രാവശ്യവും ഞാനാണ് അവന്റെ പുറകെ ഓടുന്നത്. ഈ പ്രാവശ്യം ഞാൻ ആ പണി ഹസ്ബൻഡിനെ ഏൽപ്പിച്ചേ. കാരണം എനിക്ക് ഈ വീഡിയോസ് എടുത്ത് നിങ്ങളെ കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വേറൊരു ഷോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് ഞങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഹസ്ബൻഡിന് ബെറോട്ടയും ബീഫാണ് കഴിച്ചത്. ഹസ്ബൻഡ് മന്തി കഴിക്കില്ല, അതുകൊണ്ടാണേ. മോൻ എൻ്റെ നിന്ന് മന്തിയാണ് കഴിച്ചത്. പിന്നെ അവന് വേണ്ടിയിട്ട് മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവൻ അത് കുടിച്ചില്ല. ഞാൻ പിന്നെ കുടിക്കേണ്ടി വന്നേ. അത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.